അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ചിലതൊക്കെ സംഭവിക്കും. സൗദ അതാ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടാവോ. എന്തായാലും നുസൈബ് തെറ്റിപ്പോകുന്നത് ഇപ്പോൾ രാവിലെ തന്നെ കാണാം. വല്ലാത്തൊരിത്. എനിക്കെന്തായാലും ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയണില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഓളിപ്പം എന്തിനാ ജീവിക്കണത്? ഞാനും ഓളിപ്പോൾ തമ്മിൽ എന്താ വ്യത്യാസം? ഞങ്ങൾ രണ്ടുപേരും പാവങ്ങളാണ്. പാവപ്പെട്ട് വീട്ടിൽ ജനിച്ച് വളർന്നവരാണ് ഞങ്ങൾ. അതെ, ഞങ്ങൾക്ക് പെട്ടെന്ന് സുഖസൗകര്യങ്ങളൊക്കെ ഏറുമ്പോഴേ ഞങ്ങളുടെ സ്വഭാവത്തിന് ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. അങ്ങനൊരു മാറ്റമായി ഓളും വിചാരിക്കട്ടെ. നുസൈബ് ഷമ്മാസിൻ്റെ അടുത്തു നിന്നും തെറ്റിപ്പോവും എന്നുള്ള രീതിയിലാണ് സൗദ നിൽക്കുന്നത്. എന്നാൽ അവൾ പതുക്കെ എഴുന്നേറ്റു. ഷമ്മാസിൻ്റെ റൂമിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കണല്ലോ. ഇനി ഓളെങ്ങാനും പോയിട്ടുണ്ടോ എന്തോ അറിയില്ല. ഒന്ന് മുട്ടി വിളിച്ച് നോക്കണോ? അല്ലെങ്കിൽ വേണ്ട. സൗദ അവളുടെ റൂമിലേക്ക് തന്നെ ചെന്നു. എന്തായാലും എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. ഇനിയിപ്പോൾ എന്തൊക്കെ നടക്കുമോ എന്തൊക്കെയാവോ. ഇനിയിപ്പോൾ അവരകത്ത് തന്നെയാണോ? ഞോള് പോയിക്കണോ ഒന്നും അറിയില്ല. പക്ഷെ റൂമിൻ്റെ വാതിൽ അടഞ്ഞു തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏസിൻ്റെ നല്ല ഒച്ചയും ഒക്കെ കേൾക്കണുണ്ട്. പോയിട്ടുണ്ടാവുമൊന്നുമില്ല. സമയം ഇപ്പോഴാണെങ്കിൽ 5:45 6 മണിയായി തുടങ്ങിക്കണേ. ഇന്നാണെങ്കിൽ എനിക്ക് വേഗം എഴുന്നേൽക്കാനും തോന്നി. അല്ലെങ്കിൽ 6 മണി കഴിയാതൊക്കെ ഇവിടെ എത്തിയതിൻ്റെ ശേഷം എന്താണ് ഒരു മടി. മറ്റേ തഹജ്ജുദ് വരെ നിസ്കരിച്ചിരുന്നു ഉസ്താദിൻ്റെ പള്ളിയിൽ നിന്നും അതേപോലെ കോയമ്പത്തൂരത്തെ വീട്ടിൽ നിന്നൊക്കെ. ഇവിടെ എത്തിയപ്പോൾ എന്തൊക്കെയോ ഒരിത് തോന്നുക. എന്താ റബ്ബേ, അടുക്കളയിൽ നല്ല ഒച്ചപ്പാട് കേൾക്കുന്നുണ്ടല്ലോ. 6 മണി ആയപ്പോഴേക്കും അടുക്കള ഇത്രമാത്രം ഒച്ചപ്പാടുണ്ടാവാനിപ്പോൾ എന്താ കാര്യം? വാതിൽ തുറന്നു നോക്കട്ടെ. അടുക്കളയിൽ ശരിക്കും ഞെട്ടിപ്പോയി. അതാ അടുക്കളയിൽ നുസൈബ കുക്കിംഗ് ചെയ്യുന്നു. ഇതിപ്പോൾ എന്ത് സംഭവം? ഇത്ര പെട്ടെന്നോ? അപ്പോൾ പോകാനുള്ള കൂട്ടൊന്നുമില്ലേ? അവൾ പതുക്കെ അതാ നുസൈബ കാണാതെ പിന്നോട്ട് നിന്നു. ഇതിപ്പോൾ എന്ത് സംഭവം? ഇവിടെ വലിയ പണിയിലൊക്കെ തന്നെയാണ് മൂപ്പത്തിയര്. അവൾ ഒളിഞ്ഞു നിന്ന് നോക്കി. അതെ, ആ ഒരു ഭാഗത്ത് നുസൈബ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് ചായ തിളക്കുന്ന ഒച്ച കേൾക്കുന്നു, മറുഭാഗത്ത് എന്താ പൊടി വാട്ട് കുഴക്ക് അരക്ക് എന്തൊക്കെയുണ്ട്. തൽക്കാലം ഇപ്പം അങ്ങോട്ട് പോകണ്ട. ഞാൻ കരുതി ഇവളിഞ്ഞ് അടുക്കളേക്കൊന്നും രാവിലെ ഇറങ്ങാൻ നേരിട്ട് തെറ്റിപ്പോന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. വല്ലാത്തൊരു പുതുമന്നെ. എന്തപ്പോൾ ഇത് സംഭവം? അത്രയും അമ്മട്ടം 1.5 2 മണിക്കൂറോളം ഷമ്മാസ് വേറിട്ട് നിന്നിട്ടും ഇവൾക്ക് എന്താ റബ്ബേ തീരെ ഒരു അന്തല്ലേ? ഏതെങ്കിലും മാപ്പിളമാരിങ്ങനെ വിട്ടുപോയ പെണ്ണുങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കുമോ? ഓള് അതാ അങ്ങോട്ട് ഇപ്പോഴും പണിയാണ്. എന്നെ കണ്ടിട്ടില്ല. തൽക്കാലം പെട്ടെന്ന് മാറട്ടെ. അവൾ അതാ അടുക്കളയുടെ വാതിൽ പഴയ പോലെ തന്നെ ചാരി വെച്ചു. അവിടെ നിൽക്കട്ടെ. എന്നാലും ഷമ്മാസിൻ്റെ റൂം അടഞ്ഞു തന്നെ നിൽക്കുകയാണല്ലോ. ഇതിപ്പോൾ ഉമ്മ ആണെങ്കിൽ നിസ്കരിച്ചിരിക്കുകയായിരിക്കും അവിടെ. എന്നാൽ പെട്ടെന്ന് തന്നെ അതാ നുസൈബ ചായയുമായി വരുന്നു. ഉമ്മ. സൗദ പതുക്കെ അവിടെ നിന്ന് മാറി. ഉമ്മ. മോളെ, ആ വാരാൻ തുറന്നാളടി. അത് ഞാൻ നല്ല ചാരി വെച്ചിട്ടുള്ളൂ, തുറന്നാളാ. ഉമ്മ. ഇതുമ്മ ചായ. അവിടെ വെച്ചാളെ മോളെ, ഇങ്ങോട്ട് വരണമെന്നില്ലേ? അല്ലാ. ആയിഷമ്മ നിസ്കാരപ്പായയിലായിരുന്നു. പൊന്നാര കുട്ടിയെ എന്തിനാ മോളെ ഇങ്ങോട്ട് കൊടുന്നത്? അവിടെ വെച്ചാളി. അല്ലമ്മ, ഇത് കുടിച്ചോളി. ഇതാ. അവൾ ചായ ഗ്ലാസ് ഉമ്മയുടെ അടുത്ത് വെച്ചു. ഇതമ്മ. മോളെ, കടിയൊന്നും വേണ്ടേ? ആ കൊണ്ടേക്കോ. ഉമ്മണ്ട് വന്നോളൂല്ലേ. ഇന്നിപ്പോൾ നേരത്തെ കാലത്ത് തന്നെ അടുക്കളയിലേക്ക് ഇറങ്ങിക്കണോ? ഉമ്മ, വേഗം പണി കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ക്ലാസ്സിന് പോകണം വിചാരിച്ച് നിൽക്കുന്നുണ്ട്. ആയിക്കോട്ടെ. എൻ്റെ കുട്ടി ഉള്ള സർട്ടിഫിക്കറ്റ് അവനോ വാരി കൂട്ടിയിട്ട് ഇപ്പോൾ പരീരിരുന്ന് ഓൺലൈനായി പഠിച്ചേണ്ട ഇതാണിപ്പല്ലേ. ഏതായാലും ഇൻഷാ അല്ലാ ഉമ്മാൻ്റെ കുട്ടി നന്ന് മുതൽ പോയിക്കോളി കേട്ടോ. ഉമ്മ, ഞാൻ ചോറും കറിയും ഒക്കെ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നാര പഠിപ്പ്. ഞാനും സൗദ്യം ഇവിടെ ഉള്ളപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഉമ്മാൻ്റെ കുട്ടി പോയിക്കോളി കേട്ടോ. ഉമ്മ, അത് ഗവൺമെൻറ് ആയതുകൊണ്ട് കുറച്ച് ദൂരം ആയതുകൊണ്ട് ഒന്നും സാരില്ല.
ഉമ്മ, കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാത്രം എനിക്കൊരു ടെൻഷനുണ്ട്. എൻ്റെ പൊന്നാര പെണ്ണെ, എന്ത് കാര്യത്തിന്? ഞാനും സൗദി ഇവിടെ ഉണ്ടാവുമ്പോൾ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ വേണ്ടല്ലോ. ഒന്നുകൊണ്ട് മോള് വിഷമിക്കണ്ട കേട്ടോ. മോള് വിഷമിക്കേ വേണ്ട. മോള് സമാധാനത്തിൽ പോയിക്കോ. ചായയും കടിയും ചോറും കൂട്ടാനും എല്ലാം കൂടെ ഉണ്ടാക്കി വെക്കണം. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? ഉച്ചക്ക് ചോറ് കൊണ്ടുപോകുന്നുണ്ടോ? ഉമ്മ, ഞാൻ കൊണ്ടുപോകുന്നില്ല. എന്നാ മോളെ ഒരു പിടി വെറ്റ് കൈ പിടിച്ചുവിടും മോളെ, അല്ലെങ്കിലേ ഒരു പിടി തിന്നുള്ളൂ. ഇനിയിപ്പോൾ ഇജ്ജ് ചോറ് കൊണ്ടാകാതൊക്കെ പിന്നെ എന്തിനാ മെനക്കെട്ട് ഇത്രയും മെനക്കെട്ട് രാവിലെ തന്നെ നീച്ചുകാണ്ട് അടുപ്പത്ത് പണിയെടുക്കണേ? ഉമ്മ, എന്നാലും നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ബുദ്ധിമുട്ടാവൂലേ? അല്ല, ഷാമോൻ എന്ത് പറഞ്ഞു? ഷാമോന് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്തായാലും ഇന്ന് ഞാൻ പോവാണ്. ഉമ്മ, ഞാൻ കുഞ്ഞിനെയും കൊണ്ട് പോയിക്കോളാം. ശരിക്കും അവൾ പറയുന്നത് കേട്ട് അതാ ഐഷുമ്മ ഞെട്ടി. എന്ത്? പൊന്നാര പടപ്പേച്ച് എന്തീ പറഞ്ഞത്? കുട്ടിനെയും കൊണ്ട് പോകുകയെ? വല്ലാത്തൊരു പുതുമ. അതിനെന്തുമ്മ? എൻ്റെ പൊന്നാര, ആ കുട്ടി കൗലലും ഇരിക്കലൊക്കെ തുടങ്ങി നടക്കലൊക്കെ തുടങ്ങിയിരിക്കണം. അത് വല്ലാത്തൊരു പുതുമ തന്നെയാണുള്ളത്. അല്ല, ഇജിപ്പോൾ ക്ലാസ് കേൾക്കാൻ എന്തിനാ കല്യാണത്തിന് പോവുക? ഉമ്മ, ഞാൻ കുഞ്ഞിനെയും കൊണ്ട് പോയി നോക്കട്ടെ. ആർക്കൊരു ബുദ്ധിമുട്ടാവരുതല്ലോ. എൻ്റെ പൊന്നാര കണ്ട് കാട്ടിക്കാ കുട്ടീനെ. കുട്ടി ഉറങ്ങുക. ആ, എൻ്റെ പൊന്നാര പെണ്ണെ, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലത്ത് എന്നോട് ഈ വാക്ക് പറയരുതിട്ടാ. ഞാനെന്താ അതിൻ്റെ തള്ളല്ലേ? എൻ്റെ മോനെ ഞാൻ നോക്കിയിരിക്കണമെങ്കിലേ എൻ്റെ മോൻ്റെ കുട്ടീനെ നോക്കാനും എനിക്ക് വയ്ക്കാനില്ല. മനസ്സിലായല്ലോ? ഈ വർത്താനം നിൻ്റെ പൊന്നാര നുസൈബ എന്നോട് പറയല്ലേ? ആ പൈതലിനെ കൊണ്ട് ക്ലാസ് കേൾക്കാൻ പോവേ? എന്താ എൻ്റെ കഥ? വല്ലാത്തൊരു പുതുമന്നെ. ഉമ്മ, ആർക്കും ബുദ്ധിമുട്ടാണ്ടെന്ന് കരുതിയിട്ടാണ്. ആർക്ക് ബുദ്ധിമുട്ട്? ഒരാൾക്കും ബുദ്ധിമുട്ട്. ഞാൻ നോക്കിക്കൊണ്ട് എൻ്റെ കുട്ടീനെ. അല്ലോ പഠിച്ചോനെ. അല്ല, മോള് ഷാമോനെ ആക്കി തരില്ലേ? ഉമ്മ, ഞാൻ ബസ്സിന് പോയിക്കോളാം. അതെന്തേടി? എന്താന്നില്ല അത്രയും ദൂരം? അല്ലമ്മ, നല്ല ലോങ് ബസ് ഉണ്ട്, നേരിട്ട് ഇവിടുന്ന് കിട്ടും. അവിടെ കോളേജിന് മുമ്പിൽ ചെന്ന് ഇറങ്ങുകയും ചെയ്യാം. ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് അവിടെ വരെ എത്തിക്കിട്ടേ കഴിച്ചിലായി. എൻ്റെ പൊന്നാരെ, എൻ്റെ ഷാമോൻക്ക് കാറും വണ്ടിയും വാനും ബുള്ളറ്റും സ്കോർപ്പിയോയും ഒക്കെ മുറ്റത്ത് ഇങ്ങനെ നിരന്ന് കിടക്കുമ്പോൾ എന്താവശ്യത്തിന് ഇജ് ബസ്സിന് പോണത്? അങ്ങനൊന്നും പോകാൻ അയക്കൂല. ഇത് ഇന്ത്യയും കൂടി നിർബന്ധമാണ് അന്നെ പഠിപ്പിക്കലും ഇതാക്കലൊക്കെ. അതിനൊന്നും നിൽക്കല്ലേട്ടജ്. ഒന്ന് പോയിക്കോ. പോണേയും കുഴപ്പമില്ല. കുട്ടീൻ്റെ കാര്യത്തിലൊന്നും ഒരു ബേജാറും ആകണ്ട. പിന്നെ ഷാമോനോട് കൊണ്ടാക്കി തരാൻ പറയും. ബസ്സിന് നിൻ്റെ കുട്ടി പോകണ്ട, കുറേ ഇടങ്ങാറായിക്കണം പോയിക്കാണ്ട്. മതി ഇനി പോകുന്നും വേണ്ട. അതെ, ഉമ്മയുടെ ആ ഒരു വാക്ക് അത് നുസൈബയുടെ മനസ്സിനെ വല്ലാതെ അങ്ങ് തണുപ്പിച്ചു. റബ്ബേ, എൻ്റെ ഷാമോൻക്ക് എന്തൊക്കെ ചെയ്താലും കാട്ടിയാലും ഈ ഉമ്മയുടെ ഒരു സ്നേഹത്തിൻ്റെ മുകളിലാണ് ഞാൻ ആദ്യമേ നിന്നത്. അത് ഫൈസൽക്കയുടെ ആ ഒരു വാക്കുകളും എല്ലാം കൂടി കേട്ട് വളരെയധികം ബുദ്ധിമുട്ടായി വിഷമിച്ചിരിക്കുന്ന സമയത്തും എനിക്ക് താങ്ങായും തണലായി ഉണ്ടായിരുന്നത് ഈ ഉമ്മ തന്നെയാണ്, ഐഷുമ്മ. അവൾ അതാ നേരെ ഉമ്മയുടെ നിസ്കാരപ്പായകൾക്ക് അരികിൽ ഇരുന്നു. അതെ, അവിടെ തൊട്ടടുത്തായിട്ട് ഇരുന്നു. ഉമ്മ, പൊന്നാര മോളെ, ഇജൊന്നുകൊണ്ട് വിഷമിക്കണ്ട. ഉമ്മ ഉണ്ടല്ലോ കുട്ടീനെ നോക്കാൻ. ഇജൊന്നുകൊണ്ട് കരുതണ്ടട്ടാ. ഉമ്മ, എൻ്റെ കുട്ടി ബേജാറാണ്ടേ. എൻ്റെ കുട്ടി നല്ല മോളാണ്. എൻ്റെ കുട്ടി ഡോക്ടർ നുസൈബ എന്നുള്ള ബോർഡ് നമ്മളെ പുത്തൻവീട് തറവാടിൻ്റെ മുന്നിലൊന്ന് വരണം. അതിനാണ് ഉമ്മ കാത്തിക്കണത്. അതിന് ഇനിയില്ല മണീസം കുഞ്ഞേ. ഉമ്മ, അതെ, ഇനിയിപ്പോൾ 4-5 കൊല്ലാണ് കാത്തുനിന്നാലും വേണ്ടിയത്. ഇനിയിപ്പോൾ എത്ര 2-3 കൊല്ലലുള്ളൂ ഞേ. ഉമ്മ, ഇൻഷാ അല്ലാ. അതും കൂടെ ഉണ്ട് കഴിഞ്ഞാലേ എൻ്റെ കുട്ടിക്ക് റാഹത്ത് അയക്കാണ്ട് ഒരു ഡോക്ടർ എന്നുള്ള ബോർഡും വെച്ച് ഒരുപാട് ഇതിനല്ല, നമുക്ക് പൈസ ഉണ്ടാക്കാനെന്നല്ല അതിൻ്റെ ഉദ്ദേശം. നമുക്കൊരു ഉദ്ദേശമുണ്ട്. എന്താ നമ്മളെ ഉദ്ദേശം? പാവങ്ങളെ കുറച്ച് സഹായിക്കുക എന്നുള്ളത്. പാവപ്പെട്ട രോഗികൾക്കൊക്കെ നമുക്കിവിടെ ഈ നമ്മളെ പെരൻ്റെ അപ്പുറത്തായിട്ട് ഒരു ബിൽഡിങ് ഉണ്ടാക്കണം നമുക്ക്. ഡോക്ടർ നുസൈബ ഷമ്മാസ് എന്നവിടെ പേരും കൊടുക്കണം. പേരും കൊടുത്തുകാണ്ട് എന്ത് വേണം? പാവങ്ങളായ ഒരുപാട് രോഗികളെ നമ്മൾ പരിപാലിക്കണം. അതാണ് ഉമ്മാൻ്റെ ആഗ്രഹം. ഇങ്ങോട്ട് ഓൽക്കുള്ള മരുന്നൊക്കെ എന്താ വെച്ചാൽ നമ്മൾ അതും ഇവിടെ ഒരു ഫാർമസിയിൽ നിന്ന് തുടങ്ങുക. അതുകൊണ്ട് നമ്മൾ അവകാശമായിട്ടാണ് കൊടുക്കുക. അത് ഉമ്മാൻ്റെ മനസ്സത്തിൽ നെയ്യത്താണ്. ആദ്യത്തെ ഡോക്ടറിൻ്റെ കുട്ടിയാവണം. എന്തിയേ? ഉമ്മ, ഇൻഷാ അല്ലാ, അതൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഉമ്മാൻ്റെ കുട്ടി അടുപ്പത്തേക്കൊന്നും കൂടുതൽ പോകാതെ ഇനി വേണ്ട പോകാൻ നോക്കിക്കോളി. ഉമ്മ, ഞാൻ അരി അരച്ച് വെച്ചിട്ടുണ്ട്, ഇന്ന് ദോശ ഇടാന്ന് വിചാരിച്ചു.
ആ ആയിക്കോട്ടെ, അതൊക്കെ അമ്മ ചുട്ടോളാം. എന്നാൽ ചായയുമായി പോയ നുസൈബയും ഉമ്മയും വല്ലാത്ത സംഭാഷണമാണ് റൂമിൽ നിന്ന്. സൗദ കേട്ടു, എന്താ ഇത്രമാത്രം പെരുത്ത് സംസാരിക്കാൻ. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ നുസൈബ വാതിൽ തുറന്ന് അത് അടുക്കളയിലേക്ക് പോവാണ്. ഉമ്മ, ഞാൻ ദോശ ഉണ്ടാക്കി കൊണ്ടുവരട്ടെ. വേണ്ട മോളെ. ആ ഉമ്മ, പിന്നെ ബീഫ് ഉണ്ടായിരുന്നല്ലോ, അതെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് ദോശയും ബീഫ് കറിയും രസമാണല്ലോ, അതുകൊണ്ട് അത് ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നാര പെണ്ണേ. ഉമ്മ കുട്ടി ഉണരുമ്പോത്തിനേ. എന്നാൽ ഒരിക്കൽ പോലും നുസൈബ് സൗദയെ കാത്തിരുന്നില്ല. കാരണം അവളെടുക്കുന്ന എല്ലാ ജോലികളും അവൾ തന്നെ എടുക്കും. അങ്ങനെയായിരുന്നു അവൾ കഴിഞ്ഞിരുന്നത്. അന്നും പതിവ് പോലെ അവൾ എല്ലാ ജോലികളിലും ഏർപ്പെട്ടു. എന്നാൽ സൗദക്കൊരു സംശയം, ഇവർ തമ്മിൽ ഇന്നലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കണോ ഇല്ലേ? നോക്കട്ടെ. അങ്ങനെ അതാ നുസൈബ ദോശ ചുടുവാൻ വേണ്ടി തുടങ്ങി. അപ്പോഴേക്കും സൗദ മുറ്റത്തേക്കൊക്കെ ഒന്നിറങ്ങി നോക്കി. ഓ, നല്ല തണുപ്പും കാറ്റും, എന്തോ കാര്യമായിട്ട് നടക്കാൻ പോകുന്നുണ്ട്. എന്നാൽ നുസൈബയെ ഒളിഞ്ഞു നോക്കി സൗദ. ഓള് ദോശയിടുമ്പോൾ അടുക്കളയിൽ നിന്ന് എപ്പോഴും ഓളെ മുടി കുറേ ഉണ്ടായതുകൊണ്ട് തന്നെ എപ്പോഴും മുടിമെന്ന് വെള്ളറ്റണതൊക്കെ നോക്കാറുണ്ട്. ഇന്ന് പിന്നിപ്പോൾ എന്താണെന്നാവും. ഓല നല്ല രീതിയിലാണെങ്കിൽ വെള്ളറ്റിലൊക്കെ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിലേ അവർ പിണക്കത്തിലാണ് എന്നർത്ഥം. അതെ, സൗദ അത് നോക്കി നുസൈബയുടെ മുടിയിൽ നിന്ന് വെള്ളം ഉറ്റുന്നുണ്ടോ എന്നുള്ളത്. കാരണം എത്രയൊക്കെ തന്നെ കുളിച്ച് സ്ഥലത്തോർത്തിയാലും നല്ല ഉള്ളുള്ള മുടിയായതുകൊണ്ട് തന്നെ നല്ലോണം പിന്നീട് മുടിയിൽ നിന്ന് വെള്ളം ഉറ്റിക്കൊണ്ടേയിരിക്കും. അവൾ നോക്കി. എന്നാൽ അന്ന് നുസൈബ അതാ തോർത്തുകൊണ്ട് നല്ല രീതിയിൽ അത് ചീനിക്കെട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലാണ് അവൾ ഷാൾ ഇട്ടിട്ടുള്ളത്. ഇന്നിപ്പോൾ ഒന്നും കാണാനും പറ്റണില്ല. എന്നാൽ നുസൈബ അപ്പോഴേക്കും അതാ എല്ലാം സെറ്റാക്കിക്കൊണ്ടിരുന്നു. സൗദിയും അങ്ങോട്ട് വന്നു. നുസിയെ, ഞാൻ ഉണ്ടായിക്കോളാം. വേണ്ടത് അതൊക്കെ കഴിഞ്ഞിക്കണ്. ഞാൻ ബീഫ് കട്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിലേക്ക് കുറച്ച് ഉള്ളി. ആയിക്കോട്ടെ. ഉള്ളി നല്ല സ്മെല്ലല്ലേ, വെളുത്തുള്ളിയൊക്കെ ആകുമ്പോഴേ. നല്ലതാണല്ലോ ഇടുന്നത്, വെളുത്തുള്ളിയൊക്കെ ഏറ്റവും നല്ലതാണ്. തൊലിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ചുവന്നുള്ളിയൊക്കെ നല്ലോണം ഇട്ടാലേ, ചുവന്നുള്ളിയൊക്കെ നല്ലോണം രക്തശുദ്ധീകരണത്തിനൊക്കെ നല്ലതാണല്ലോ. എൻ്റെ പൊന്നു നുസൈബ, ഡോക്ടർ ആയതുകൊണ്ട് കുറേ ഉപകാരങ്ങൾ നമുക്ക് അറിവ് കിട്ടുന്നുണ്ട് കേട്ടോ എന്നെക്കൊണ്ട്. എന്തൊക്കെ തന്നെയാലും അവളും ഉള്ളി തൊലിക്കുവാൻ വേണ്ടി കൂടി. അങ്ങനെ അതാ നുസൈബ അന്നത്തെ ദിവസം വേഗം പണി കഴിച്ച് കോളേജിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോഴേക്കും കുഞ്ഞുണർന്നു. എന്നാൽ ഷമ്മാസ് പള്ളിയിൽ പോയതായിരുന്നു. കുട്ടിൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ട് ഷമ്മാസ് എത്തി. നുസി, കുഞ്ഞ് കരയുന്ന കേട്ടില്ല വെണ്ണയ്യ്. അവൾ പെട്ടെന്ന് അതാ അവിടെ നിന്ന് വേണ്ട, നിന്നെ കയ്യിലെന്താ ഇറച്ചിയാണോ? വേണ്ട, ഞാൻ പോയിക്കോളാം. അപ്പോഴാണ് സൗദ ഞെട്ടിയത്. ഇവർ തമ്മിലൊരു കുഴപ്പമില്ലല്ലോ, ഇവർ നല്ല ഹാപ്പിയാണല്ലോ. എന്നാൽ ഷമ്മാസ് പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ എടുത്തു. ഉറങ്ങി എണീറ്റ്. എന്താന്നില്ല, പമ്പേഴ്സൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ തന്നെ നുസൈബ ഓടിയെത്തി. ഞാൻ വേണ്ട, നീ നിൻ്റെ ജോലി എന്താ വെച്ചാൽ നോക്ക്, ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം. ഇനിയിപ്പോൾ എനിക്കിതൊക്കെ ശീലമാവേണ്ടി തന്നെയല്ലേ. അപ്പോൾ തന്നെ ഷമ്മാസ് കുഞ്ഞിൻ്റെ പമ്പേഴ്സെല്ലാം ഊരിക്കൊടുത്ത് അതിനെ നല്ല ഇളം ചുടുവെള്ളത്തിൽ നല്ല രീതിയിൽ വൃത്തിയായി ഒന്ന് കഴുകി ഉണങ്ങിയ തോർത്തുകൊണ്ട് തോർത്തി നല്ലൊരു ഡ്രസ്സെല്ലാം ഇട്ടുകൊടുത്ത് വേറൊരു പമ്പേഴ്സും ഇട്ടുകൊടുത്തു. ഇതാ നേരെ ഉമ്മമ്മാൻ്റെ അടുത്തേക്കാണ് ചെന്നത്. എവിടെ ഉമ്മമാരുടെ കുട്ടി? ഉമ്മമാരുടെ കുട്ടി നീച്ച് വന്നിക്കണാ? ഉമ്മമ്മൻ്റെ കുട്ടി ചിച്ചിനുണ്ടാ? പഠിച്ചോനെ, ഇനി ഉമ്മമ്മ ഇട്ടോ അമ്മ, കുട്ടീനെ ഉമ്മമ്മ നോക്കൂലേ? ഉമ്മ, അതേ മോനെ പോയിക്കോട്ടെ. കാരണം എന്താണെന്നോ, ഇനി പോകാൻ ഞാൻ പറ്റൂല. അതിൻ്റെ ഇടയിൽ പ്രസവവും കാര്യങ്ങളും അതൊക്കെ കഴിഞ്ഞ് കുട്ടി ഇപ്പോൾ ഇത്രയായി. ഓൺലൈൻ ക്ലാസ് പഠിച്ച് ഇത്രയെന്നില്ലേ. എന്നാലും ഇപ്പോൾ ഓളെ റാങ്കും കാര്യങ്ങളും കൊണ്ടാണ്. ആ മാഷൊക്കെ നല്ലൊരു മാഷായതുകൊണ്ടാണ് ഓൾക്ക് അത് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, അത് ക്ലാസ്, ഇത് ക്ലാസ് തന്നെ കേൾപ്പിച്ചേ കൊടുക്കണം. ഇനി പോയിക്കോട്ടെ, ഇനി പോകാൻ ഞാൻ പറ്റൂലേ. അല്ല അപ്പോൾ എന്താ, ഡോക്ടർ വിഭാഗം പഠിക്കാൻ നന്നാൽ തന്നെ ചെയ്തും കണ്ടൊക്കെ പഠിക്കേണ്ട ഓരോ പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ നോക്കിക്കോളാം എൻ്റെ ഈ പിഞ്ച് പൈതലിനെ. അല്ല എന്താ ഇനിയിപ്പോൾ അതിന് കൊടുക്കാൻ പാൽപ്പൊടി എന്തെങ്കിലും? ഉമ്മ, അത് ഞാൻ പോയിക്കോളാം, ഞാൻ ഉച്ചയ്ക്ക് അങ്ങോട്ട് പോയിക്കൊണ്ട്. പൊന്നാര കുട്ടിയെ അവിടെ ഇറ്റോ? അതിനെന്ത്, എങ്ങനെ പൊന്നാര കുട്ടീനേറ്റ് ഇരിക്കുക? കുട്ടീനോട് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് മുന്നേ ഇരുത്തുക? അല്ലുമ്മ, തൊട്ടിൽ അത് എൻ്റെ വണ്ടിയിലെ ആ ബാക്ക് സീറ്റ് അങ്ങോട്ട് പിറകോട്ട് തള്ളി വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല സ്പേസ് ഉണ്ട്, അതിൽ തൊട്ടിലിടാം.
എൻ്റെ പൊന്നാര കുട്ടിയെ പിന്നിലൊരു തള്ളയും ഒന്നും ഇല്ലാതെ ജൈനം വെച്ച് പോവുക, അതൊന്നും വേണ്ട. അപ്പോത്തിനോട് വരൂലേ, ഉച്ചക്ക് ഇനി എന്തേ പാൽപ്പൊടിയോ കാര്യം എന്തെല്ലാം കലക്കി കൊടുക്കുക. അല്ലാപ്പം എന്താ, പെറ്റ് വീണ കുട്ടി ഇവിടെ ഒറ്റക്കായിട്ട് നുസൈബ നോക്കീനു. രണ്ടാളും കൂടി ഒരു മുലയും കുടിച്ചും കൊണ്ടൊക്കെ അങ്ങനെ നടന്നീനു. അതേപോലൊക്കെ എന്തേ കാട്ടാം. എന്നാൽ അത് നുസൈബക്ക് ഇഷ്ടപ്പെടുമോ അതോ സൗദക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യത്തിലും അവർക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഉമ്മ അതൊന്നും വേണ്ട. അല്ല മോന, അതിനെന്താ, സൗദ എന്ന് വെച്ചാൽ എൻ്റെ കാരണോല പെണ്ണുങ്ങൾ തന്നെയാണ്. എന്ന് വെച്ചാൽ ഓല് രണ്ടാളും അങ്ങോട്ടും മുലകുടി പന്തൊക്കെ റെഡി ആയിക്കണേ. ഏതായാലും ആങ്ങളെയും പെങ്ങളൊന്നും ഉറപ്പിച്ചിക്കണേ. നമ്മളെ ചെറിയ കുഞ്ഞുമോനെ എത്രയേ നുസിൻ്റെ മുല കുടിച്ചിക്കണേ, 2 മുലയും മാറി ഓള് പറയും ചെയ്യും, മോൾ അത്ര കുടിക്കൂല, മോള് കുറച്ചീച്ച അങ്ങനെ കുടിച്ചോണ്ട് ഉറങ്ങും. പക്ഷെ മോൻ അങ്ങനെ അല്ലിട്ടുമ്മ, മോന് നല്ലോ 2 മുല നല്ല വലിച്ച് ഇമ്പി കുടിച്ചിട്ടുണ്ട്, നല്ലോ പാലും പോകുന്നുണ്ട്. അപ്പോൾ ഒരു സുഖമാണ്. മോള് കുടിക്കായിട്ട് ഓളെ മുലക്കൊരു കനയായിരുന്നു. അപ്പം പിന്നെ എന്നോടിങ്ങനെ പറയും, ഇവിടെ വേദന, കുട്ടി ശരിക്കും പാൽ കുടിക്കണില്ല അറിഞ്ഞേന്. ഇപ്പം മോന് വന്നതിൻ്റെ ശേഷം അതൊക്കെ റാത്തിക്കണ്, നല്ലോ അത് കുടിച്ചിക്കണ്. അങ്ങനെ ഞങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കണ. ഇപ്പം എന്താ, ഒരു കുഴപ്പമില്ല ഉമ്മ. അത് വേണോ ഉമ്മ? അല്ല മോനെ, ഞാൻ ചോദിച്ചോക്കാം. എന്നാൽ ഈ സമയം അത് അടുക്കളയിൽ നുസൈബയും സൗദയും. നുസൈബ പറഞ്ഞു, അത് മതി കേട്ടോ, അത് മതി. ഇതെന്ത്, ഞാൻ ചതച്ചിട്ടോളാം. അതെ, ഇറച്ചി നല്ല രീതിയിൽ മസാല പുരട്ടി നല്ല കൈകൊണ്ട് കുഴച്ച് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ല രീതിയിൽ ചതച്ച് ചേർത്ത് നുസൈബയുടെ ആ വെളുത്ത കൈകളിൽ ആ ചുവന്ന മസാല പിടിച്ചത് കണ്ടപ്പോൾ സൗദ തന്നെ വിചാരിച്ചു, എന്താ അത്, കത്തിറ പോലെ അല്ലേ, നിങ്ങളെ കയ്യിൻ്റെ ഒരു നിറം കണ്ടില്ലേ, എന്തോ ഒരു വെളുപ്പ്. അല്ല, നിങ്ങൾ കായം തന്നെ ഇങ്ങനെ നിറമുണ്ടോ അതോ പുത്തൻ വീട് തറവാട്ടിൽ എത്തിയതിൻ്റെ ശേഷമാണോ? ശരിക്കും സൗദയുടെ ചോദ്യം കേട്ട് നുസൈബ പറഞ്ഞു, അതൊക്കെ പഠിച്ചോൻ തരുന്നതല്ലേ നമുക്കെല്ലാവർക്കും. ഞാനില്ലടി, ഇന്നെല്ലാവരും കറുത്തതെന്ന് കളിയാക്കിയിരുന്നു. പക്ഷേ പുത്തൻ വീട് തറവാട്ടിൽ എത്തിയതിന് ശേഷം കുറേ മാറ്റം വെച്ചിട്ടോ ഞാനും. അതിനെന്താ, അതൊക്കെ മാറ്റം വെക്കുമല്ലോ. നമ്മളെ സ്കിന്ന് കെയർ ചെയ്താൽ മതി. അധികം വെയിലത്തൂടെ നടക്കാതെ പിന്നെ കുറച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ നിന്നാൽ തന്നെ മതി. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. അങ്ങനെ ആയാൽ തന്നെ ഒരുപാട് ഫുഡ് കഴിക്കാതെ കുറച്ച് ഭക്ഷണം കഴിക്കുക, ഒരുപാട് വെള്ളം കുടിക്കുക. അങ്ങനെയൊക്കെ ആയാൽ തന്നെ സ്കിന്നൊക്കെ നല്ലോണം തെളിഞ്ഞ് വരും. ഞാൻ ട്രൈ ചെയ്യട്ടെ എന്തൊക്കെ തന്നെയായാലും. അല്ലടി, ഉമ്മ പറഞ്ഞേനോ എന്താ ഇന്ന പ്രസവത്തിൽ രക്ഷ കിട്ടിയിട്ടില്ലല്ലോ, കുളിപ്പിക്കാൻ ആളെ വിളിക്കും എന്നൊക്കെ പറഞ്ഞു. ഇതുവരെ വന്നില്ലല്ലേ. ഞാനും വിചാരിക്കും എന്നെപ്പോലെ ഞാനൊന്ന് വെളുത്തിരുന്നെങ്കിൽ എന്നൊക്കെ. അതെന്താ ഇത്ത, വെളുത്താലും കറുത്താലും ഇരുന്നറൊക്കെ നമ്മൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളല്ലേ, ആരോഗ്യമല്ലേ നമുക്ക് വലുത്. പിന്നെ അതൊന്നും വിഷയമില്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണെന്ന്. എന്തിന്? അല്ലേ, എനിക്കിന്ന് പ്രാക്ടിക്കലൊക്കെ ഉണ്ടായിട്ട് പിന്നെ സാറ് വിളിച്ചിരുന്നു. പഠിച്ചോനെ, അപ്പോൾ കുട്ടീനെ ഇവിടെ വെക്കാന്നാ. കുട്ടീനെ ഇവിടെ വെച്ചിട്ട് ആരാ മോളെ നോക്കുക? എന്നെ കൊണ്ട് കഴിയില്ല കേട്ടോ, എനിക്ക് എൻ്റെ കുട്ടീനെ തന്നെ നോക്കാൻ കഴിയണില്ല. പിന്നെ വേറൊരു കുട്ടീനെ കൂടെ ഇവിടെ വെക്കാന്നൊക്കെ വെച്ചാൽ പഠിച്ചോനെ. അതെ, തള്ളാർ പഠിപ്പൊക്കെ നിർത്തലാണ് കുട്ടികളുണ്ടാകുമ്പോൾ. അതൊക്കെ പിന്നെ ആലോചിക്കല്ലോ, നമുക്ക് നമ്മളെ കുട്ടികളല്ലേ വലുത്, അല്ല പഠിപ്പല്ലല്ലോ. അത് ഉമ്മാൻ്റെ നിർബന്ധമായിരുന്നു പഠിക്കണം എന്നുള്ളത്. എന്നാൽ പെട്ടെന്ന് ആയുഷ്യം അങ്ങോട്ട് വന്നു. ആദ്യേ പഠിപ്പൊന്നും വേണ്ടേ? കുട്ടികളെ വിട്ടിട്ട് പഠിച്ചതെന്നൊക്കെ പറഞ്ഞതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടൊന്നല്ല. പക്കെങ്കിലും കുട്ടികൾ ഇപ്പാണ് വലുതാവും. ഞമ്മക്കൊരു തൊഴിലെന്തെങ്കിലും പഠിച്ചതെന്ന് വെച്ചാൽ എപ്പോഴും ഇപ്പോൾ ആണുങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടാവണമെന്നോ ഒന്നുമില്ല. ഒരാളെ മുമ്പിൽ കൈ നീട്ടാതെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഏതൊരു പെൺകുട്ടിയാക്കും ചെറിയൊരു ജോലി ഉണ്ടാവണം നല്ലതാണ്. എനിക്കിപ്പോൾ അത് കരുതിയിട്ടൊന്നല്ല ഞാൻ. എൻ്റെ നുസിൻ്റെ ജീവിതത്തിലൂടെ എനിക്കൊരു ലക്ഷ്യമുണ്ട് നിറവേറ്റാൻ. അതിനും വേണ്ടിയിട്ടാണ്. കുട്ടിനെ ഞാൻ നോക്കിക്കോളാം. അത് കുട്ടിനെയും എടുത്ത് പിന്നാലെ ഷമ്മാസും വരുന്നു. അല്ല, ഡ്രസ്സൊക്കെ മാറ്റിയോ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഓൻ നോക്കിക്കോളൂ. ഓൻ ഉണ്ടല്ലോ നോക്കാൻ. ഉമ്മാരെന്നെ കുട്ടികളെ നോക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മുല കൊടുക്കാൻ പിന്നെ ഉമ്മാരും വേണ്ടിരും. ഇതിപ്പോൾ കുട്ടീൻ്റെ ഇപ്പം വല്യമ്മയും ഏളാമുള്ള സ്ഥിതിക്ക് എനിക്ക് ധൈര്യമായിട്ട് പോകാം. എന്തേ? ശരിക്കും അത് കേട്ടപ്പോൾ അതാ സൗദിയുടെ മുഖം വല്ലാതെ. എളാമേ, അതിപ്പോൾ എന്നെ ഉദ്ദേശിച്ചാണല്ലോ. നുസിയേ, ഇജല്ലടി ഇവലെ കുട്ടിനെ, സൗദൻ്റെ കുട്ടിനെ അതുവരെ നോക്കി പോറ്റി വളർത്തിയത്. എൻ്റെ മുല കുടിച്ചിട്ടല്ലേ കുട്ടി വളർന്നത്. പിന്നല്ലേ ഓളെത്തിയത്. അതേപോലെ റോള് നിങ്ങളിപ്പോൾ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾക്ക്
പാലെടുത്തിട്ടൊരു കുഴപ്പമില്ല. ഓലുണ്ടാളും ആങ്ങളെയും പങ്ങന്മാരും പോലെ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെയുണ്ടല്ലോ. എന്നാൽ സൗദ ഒരു നിമിഷം പതുങ്ങി. അവൾ അതിനെക്കുറിച്ചൊന്നും മിണ്ടിയില്ല. അതെ, പറയുമ്പോൾ തൻ്റെ പൊന്നു മോനെ അവളാണ് പാൽ കൊടുത്ത് വളർത്തി ഉണ്ടാക്കിയത്. പിന്നെയാണ് ഞാനെത്തിയത്. അതൊക്കെ അവൾ മറന്നു. അയ്യേ, ഞാനിപ്പോൾ അതിന് പാലെടുക്കുക എന്താണെന്നില്ലേ, എൻ്റെ കുട്ടിക്കെന്നെ ഇവിടെ തികയണില്ല. ഐഷും എപ്പോഴും പറയും, മക്കളെ നല്ലോണം ഇലക്കറികളും ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ കഴിച്ചോളി, കുട്ടികൾക്ക് നല്ല പാലുണ്ടാട്ടെ, നിങ്ങൾ രണ്ടാളും നല്ലോ അത് കഴിച്ചോളി ട്ടാ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ പുത്തൻ വീട് തറവാടിൻ്റെ വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു. ഐഷുവോ, ഐഷുവോ, ആരാ റബ്ബേ, ഒന്ന് പോയി നോക്കാം. ഷാമോനത് അപ്പുറത്തേക്ക് എത്തി വാതിലിരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. റുക്കിയ ഇരിക്കടി. ആരപ്പോൾ വിളിച്ചോ? റെജിയാണല്ലോ. ഹലോ, ഞാൻ റെജിയെ, ഞാൻ അപ്പം വിളിച്ചട്ടെ കുഞ്ഞേ. അല്ല, നിങ്ങൾ വിളിച്ചോളി താത്ത, അതിനിപ്പോൾ എന്താ? അല്ലേ, ഇരിക്കേ. ഞാൻ അങ്ങനെ ഷാമോനോട് ഇങ്ങനെ പറഞ്ഞതിന് കാര്യങ്ങളൊക്കെ. ഒരാഴ്ച മുമ്പ് ഷാമോ എന്നെ കണ്ടീനോ. അപ്പോൾ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു വഴിക്ക് പോവുകയായിരുന്നു, ഞാൻ എൻ്റെ മോളോടേനു അപ്പോൾ നിന്നേണ്ടത്. പിന്നെ മോനും മരുവോളും ഒക്കെ ചെറിയൊരു ഇതിലൊക്കെ കഴിക്കാണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയിന്. അപ്പം എന്നോട് പറഞ്ഞു, നിങ്ങളോട് നിങ്ങളെ കാണണമെന്ന് വരാൻ പറഞ്ഞിരിക്കണെന്ന്. അപ്പം ഞാൻ അത് കുളർക്കൂലല്ലോ. ഇത് കുളർത്തിട്ടില്ല എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ നമുക്ക് അറിയുന്നില്ല. പിന്നല്ല ഇപ്പോൾ അറിഞ്ഞത്. ഏതായാലും എത്തിപ്പെട്ടു. എനിക്ക് പിന്നെ ഒരു പൂതിയാണ് എൻ്റെ മക്കളെയും മരുക്കളെയും ഞാൻ തന്നെ കുളിപ്പിക്കണം എന്നുള്ളത്. ഇപ്രാവശ്യം പിന്നെ എൻ്റെ സാജി അവിടെ ആയതുകൊണ്ട് ഓലെ പിന്നെ മരുവോ നല്ലോ നോക്കുവോളേ. ഇങ്ങോട്ടൊന്നും പെറ്റെടുക്കാൻ ഞാൻ പറഞ്ഞു, പെറ്റെടുക്കാൻ അങ്ങോട്ട് പോരെ കുഞ്ഞേ, ഇങ്ങോട്ട് പോരെ കുഞ്ഞേ പറഞ്ഞു. അത് കേട്ടി ഓൻ പറഞ്ഞു, വേണ്ടമ്മ ഞാൻ നോക്കിക്കൊണ്ടോളെ. ഇനിയിപ്പോൾ എന്താ ഓനെന്താന്നോ, ഇനിയിപ്പോൾ കുട്ടികൾ 4-5 ഒക്കെ ആയാലും തന്നെ ഓളെ പൊന്നുപോലെ നോക്കും. ഉമ്മാനും പാപ്പാനും അങ്ങനത്തെ ഒരു മരുവനാണ് എനിക്ക് കിട്ടിയിരിക്കണത്. എന്തൊക്കെ തന്നെ അൽഹംദുലില്ലാ റാഹത്തോടു കൂടി ഓള് പോകുന്നുണ്ട്. അവിടെ എന്ന് വെച്ചാൽ ഇവല് കാട്ടിയ പണി എന്താണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടല്ലോ ഈ മറ്റേതുണ്ടല്ലോ ഹോം നേഴ്സ്, ഈ ഇങ്ങനെ സ്ഥാപനങ്ങൾ പ്രസവിക്കാനായി പെറ്റ് കഴിഞ്ഞാൽ ആശുപത്രിയിൽ നേരെ അവിടേക്കാണ് കൊണ്ടുപോവുക. അവിടെ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ നിൽക്കുക, ഒപ്പം നിൽക്കണവർക്ക് ചിലവിനൊക്കെ ഉള്ള എക്സ്ട്രാ പൈസ കൊടുക്കണം. എന്നാലും 10-60-70 ഉറുപ്പ്യ കൊടുത്താൽ ഓല കുളിപ്പിച്ചലും ഓല മരുന്ന് വിരകലും തൈലം തേക്കലും കുട്ടീനെ കുളിപ്പിച്ചലും ഓൽക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി. അപ്പോൾ അങ്ങനെ കുറേ ഉണ്ടല്ലോ അങ്ങനത്തത് ആയുർവേദത്തിൻ്റെ ഒക്കെ. പിന്നെ ഡോക്ടർ ഉണ്ടാവും പരിശോധിക്കാനൊക്കെ. അപ്പോൾ അങ്ങോട്ട് പോട്ടെ എന്ന് അങ്ങനെ പറഞ്ഞ് നിൽക്കേനു. അതിൻ്റെ ഇടയിൽ എൻ്റെ മരുവൻ പറഞ്ഞാൽ വേണ്ട, എനിക്കൊരു ഇടങ്ങാറായിക്കാരം. ഓളാണെങ്കിൽ ഓനക്ക് കണ്ടുകൊണ്ട് നിൽക്കണം. ഓളില്ലാഞ്ഞൊരു പൊറുതിയാറാണ്, പണിയെടുക്കാനൊന്നല്ല. എന്നാലും ഇപ്പോൾ ഓളിങ്ങനെ ഉണ്ടാകുമ്പോഴേ ഓളില്ലാഞ്ഞൊരു പൊറുതിയാണ്. കുട്ടികളൊറ്റക്ക് കാണുമ്പോൾ ഒരു ഇടങ്ങാറാണ് അവനക്ക്. അപ്പം പിന്നെ എന്നോട് പറഞ്ഞു, പൊന്നാര ഉമ്മ ഞാൻ നോക്കിക്കൊണ്ട് ഓളെ, എനിക്ക് ആവതുണ്ടല്ലോ ഞാൻ നോക്കിക്കൊണ്ട്, ആവതുള്ളിടത്തോളം കാലം ഞാൻ നോക്കിക്കൊണ്ട്, ഓളെ കാര്യത്തിൽ സാജിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അതിൽ പിന്നെ ഞാനും വിചാരിച്ചു ഓൻ്റെ തൃപ്തി അതാണെങ്കിൽ അങ്ങനെ നിന്നോട്ടെ. അതുകൊണ്ടാണ് മറ്റേ ആദ്യത്തെ അതൊക്കെ പെടുന്നതന്നല്ലേനാ. ആദ്യത്തെ പിന്നെ അവർക്ക് മനമില്ല മനസ്സോടെയാണ് സമ്മതിച്ചേക്കേന്. ബാക്കിയൊക്കെ ഓമണം അവിടെ കഴിച്ചു വിട്ടണം, പ്രസവവും കാര്യങ്ങളും നമ്മളെ കുട്ടികളല്ലേ ഓലെ കുട്ടികളല്ലേ. അപ്പോൾ പിന്നെ ഇവിടെ വന്ന് ഇടങ്ങാറാക്കൂല എന്ന് തന്നെ പറയാൻ എനിക്കും അഭിപ്രായം അത് തന്നെ. ന്യൂസിൻ്റെതാണെങ്കിലും അതേപോലെ സൗദൻ്റെതാണെങ്കിലും എൻ്റെ ഫസീലാന് പിന്നെ രണ്ടും ഔട്ട് ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എല്ലാവർക്കും എനിക്ക് ഇവിടെ നിന്നുണ്ടായ കുട്ടികളാണെങ്കിൽ, ഇവിടുത്തെ ആമക്കളെ കുട്ടികളാണെങ്കിൽ ഇവിടെ തന്നെ ഓലെ പ്രസവിക്കണം എന്നാണ് എൻ്റെ ഒരു പൂതി. കാരണം ഒന്നുമല്ല, നമ്മുടെ വന്ന് ഒറ്റങ്ങൾ ഇടങ്ങാറാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഏതായാലും നമ്മളെ സൗദൻ്റെത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് ആയി തീർന്നു. ഏതായാലും ഇപ്പം ഞാൻ എന്നെ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ സൗദക്ക് കുളി നനി ഒന്നും കിട്ടിയിട്ടില്ല. ഓളെ ജീവിതം തന്നെ ആശുപത്രിയിലേനു. കുട്ടി ഒരിടത്ത് ICUവിൽ, ഓളൊരിടത്ത് അങ്ങനെ ആയി ഒരു സമാധാനം ഒന്നും ഇല്ലേനു. അപ്പം പിന്നെ ഓൾക്കൊരു സമാധാനവും ഇല്ല, സുഖവും ഇല്ല. അങ്ങനെ ആയിട്ട് ഓളെ ജീവിതം അങ്ങനെ അങ്ങോട്ട് പിന്നെ കുട്ടീനെ കാണാനില്ലാതാവലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകലും അങ്ങനെയൊക്കെ ആയിട്ട് ആകപ്പാടെ. പിന്നെ എൻ്റെ ഷാമോനൊക്കെ അല്ല കണ്ടുപിടിച്ചത്. അപ്പോൾ ഓൾക്ക് എന്ന് വെച്ചാൽ കുളിയും നനയും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ഒരു 10-25 ദിവസമെങ്കിലും ഇതൊന്ന് ബാറുക്കുക. ഇവിടെ നല്ലോന്ന് ഒഴിഞ്ഞു കുളിപ്പിച്ചണം. ഒഴിഞ്ഞൊന്ന് കുളിപ്പിച്ചുകാണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്താലും ഒരു പ്രസവരക്ഷ കൊടുക്കാഞ്ഞാൽ പറ്റൂലല്ലോ. ചിലവിലൊക്കെ പെറ്റ് കെടുക്കുകയില്ല, അവർക്കൊന്നും ഇല്ല. അങ്ങനെ പിന്നെ തുടങ്ങും കയ്യും കാലും വേരയും ഊരും. ഇതിപ്പോൾ നമ്മളെ കുട്ടികൾ തന്നെയാണ്. നമ്മളെ കുട്ടികളാകുമ്പോൾ നമ്മൾക്ക് നോക്കാഞ്ഞാൽ പറ്റൂല. കാര്യം എന്തൊക്കെ തന്നെയാണെങ്കിലും
ആ ആയിക്കോട്ടെ. എനിക്കാണെങ്കിൽ ഇപ്പോൾ വല്ലാതെ നമ്മളെ വിളിച്ചോളില്ലേ നിങ്ങൾ പറഞ്ഞ ഈ പ്രസവാനന്തര ശുശ്രൂഷ നൽകുന്ന സ്ഥാപനങ്ങളില്ലേ, അത് ഉണ്ടായതിന് ശേഷം പൊന്നാരൻ്റെ ഐശോ എന്നോട് പറയാൻ എൻ്റെ പണി പോയിക്കണ്. പറ്റുകയെന്ന് വെച്ചാൽ എല്ലാവരും അങ്ങോട്ട് പോയും ഇത് പള്ളിയിൽ ഉണ്ടാകുമ്പോൾ തന്നെ ബുക്ക് ചെയ്യാണ്. ഇത് 10, 60, 70 ഉറുപ്പ്യ കൊടുത്തുകാണ്ട് അവിടെ പോയി എല്ലാം കഴിച്ച് വരാൻ 30 പൈസ 40 പൈസയൊക്കെയാണ് പറഞ്ഞത്. എത്രയും നമുക്ക് നിൽക്കാമെന്നറിഞ്ഞോ, ഒപ്പമുള്ള ഓൽക്കുമാണെങ്കിലും എത്രമാണെങ്കിലും നിൽക്കാനൊക്കെ പറഞ്ഞേക്കണേ. അതുകൊണ്ട് ഇപ്പം എനിക്ക് പണി തന്നെ ഇല്ല. ചിലവിന് മണ്ടടി കജ്ജുക, മറ്റേത് മുടികളാൻ പോക്കും അതും ഇതൊക്കെ ഇപ്പം അതൊക്കെ കുറവാണ്. ഏതായാലും എൻ്റെ പൊന്നാരെ പെണ്ണേജ് വിളിച്ചതുകൊണ്ട് കഴിച്ചിലായി. എത്ര ദിവസം കുളിപ്പിച്ചാലേ? ഒരു 10-20 പൈസെന്നെങ്കിലും അതിനിപ്പോൾ അതൊരു 40 പൈസയാണ് കുളിപ്പിച്ചൂടെ? എന്നാൽ ഇതെല്ലാം കേട്ട് സൗദ സന്തോഷിച്ച് നിൽക്കുകയാണ്. ഓ, എനിക്കിവിടെ എത്തിയതിന് ശേഷം എന്തൊക്കെയൊരു ബെനിഫിറ്റാണ് കിട്ടണത്. ഞാനൊരു മണ്ടി പെണ്ണ് തന്നെ. ഞാൻ എന്ത് കരുതിയിട്ട് എൻ്റെ ഉമ്മാൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയത്? അവിടെ ഉമ്മാൻ്റെ ചീത്തയും കഥ, ഇവിടെ ഇഷ്ടം പോലെ ഫുഡ് കാര്യങ്ങൾ. ഇപ്പോൾ ഇതാ എന്നെ തേച്ച് കുളിപ്പിക്കാൻ വരെ റുക്കാത്ത വന്നിക്കണ്. അല്ലടി പെറ്റിച്ചിക്കണെന്ന് വെച്ചിട്ട് മേത്തൊന്നും കാണാനില്ലല്ലോ. എങ്ങനെയടി? ഓളെന്നെ ശരിക്കും നിന്നിട്ടില്ലല്ലോ. ഓളപ്പോൾ ഓൾക്ക് മനസ്സിലേക്ക് ടെൻഷനും കാര്യങ്ങളും ഇതൊക്കെ കഴിക്കാണ്ട് അങ്ങനെ ഇതായില്ലേ. എങ്ങനെങ്കിലും നല്ല മട്ടത്തിലാക്കിയെടുക്ക്. നവാസ് വരുമ്പോഴത്തേനും സുന്ദരി ആക്കണല്ലേ. നവാസ് വരുമ്പോഴത്തേനോ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ആക്കുക. ഏതായാലും കുളി ഇതൊക്കെ ഒന്ന് കഴിപ്പിച്ചാൽ നാം തുടങ്ങിക്കോ. എന്നാൽ നുസൈബക്ക് പെട്ടെന്ന് റബ്ബേ, ഇനിയിപ്പോൾ അവർ എണ്ണ തേച്ചിടലും കുട്ടിനെ കുളിപ്പിക്കലും എല്ലാം കൂടിയൊക്കെ ആകുമ്പോൾ റബ്ബേ, കുഞ്ഞിനെ നോക്കാനൊക്കെ ഉമ്മാക്ക് കഴിയോ? പഠിച്ചോനെ, എന്താ ഞാൻ ചെയ്യാം? എന്നാൽ സൗദ പെട്ടെന്ന് പറഞ്ഞു, അല്ല നുസിയെ, ഇന്നിപ്പോൾ ഇജ്ജ് പോയാൽ എന്താ കാട്ടുക? ഞമ്മക്കിപ്പോൾ ഇടങ്ങാറയിക്കാറില്ല ഇപ്പോൾ ഇത്. കാരണം കുട്ടീനെ നോക്കാനൊരാൾ വേണ്ടി, പിന്നെ ഉമ്മാനെ കൊണ്ട് ഇതൊക്കെ കഴിയോ? ഞാൻ പിന്നെ അതിൻ്റെ ഉള്ളിൽ 1-2 മണിക്കൂർ അവിടെ തേച്ച് കിടക്കുക കാരം. പിന്നെ ഇനിയിപ്പോൾ അല്ലേ പിന്നെ ഷമ്മാസിനെ പണിക്കാരനയക്കേണ്ടി വരില്ല. ഇവിടെ നിന്നോട്ടേക്കേണ്ടി വരും. എന്നെ കൊണ്ടാക്കിയിട്ടുണ്ട് വന്നോട്ടെ, അല്ലാതെ ഇപ്പോൾ എന്താ കാട്ടുക? എന്നാൽ നുസൈബക്ക് ഇന്ന് പഠിക്കാൻ പോകേണ്ട ദിവസം ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നതുകൊണ്ട് അവൾ വിചാരിച്ചു, റബ്ബേ ഉമ്മ എന്നാൽ ഞാൻ 4 ദിവസം കഴിഞ്ഞിട്ട് പോവും. പൊന്നാരൻ നുസിയമ്മാൻ്റെ കുട്ടി പോയിക്കോ. ഇനി ക്ലാസ് കളയല്ലേ. ഈ പ്രാക്ടിക്കൽ എന്നൊക്കെ നഷ്ടപ്പെട്ട പരീക്ഷയ്ക്ക് എന്താ കുട്ടി എഴുതുക? എന്താ കാട്ടിക്കൊടുക്കുക? വെറും ഈ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ നടക്കുമോ? എന്നാൽ സൗദ വിചാരിക്കുന്നു, എന്തിനാ ഇപ്പോൾ ഉമ്മ എത്രമാത്രമുള്ള ഡോക്ടറൊക്കെ നിൽക്കണേ? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാ? ഓൾക്കിപ്പോൾ ഡോക്ടർ ആണെന്നൊക്കെ ഇപ്പം ഓൾക്ക് ഇവിടെ നിന്നാൽ പോരെ, ഇവിടുത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്? സൗദിയുടെ മനസ്സിൽ അതായിരുന്നു ചിന്ത. ഏതായാലും ഞാൻ ഇവിടെ എത്തിയിട്ട് എനിക്ക് രാജകീയ സുഖമാണ് കിട്ടണത്. ഞാൻ തേച്ചുള്ള ആ കുളിയും കാര്യങ്ങളും ഒക്കെ. എന്നാൽ നുസൈബ പറഞ്ഞു, ഉമ്മ ഞാൻ ഇന്ന് പോണില്ല, ഉമ്മക്ക് ബുദ്ധിമുട്ടോ? പൊന്നാര നുസിയെ, ഇജ്ജ് പോയിക്കോ, കുളിച്ച് മാറ്റിക്കോ. എടാ ഷാമോനെ, ഇവിടെ വന്നാ. എന്തു ഉമ്മ? അല്ലേ ഇജ്ജ കുട്ടീനെ ആ പെണ്ണിനെ കൊണ്ടായി കൊടുത്താ? ഉമ്മ ഞാൻ എന്നാൽ ബസ്സിന് പോയിക്കോളാം, കുഞ്ഞിവിടെ നിന്നോട്ടെ. എന്നാൽ ഷമ്മാസിന് പറഞ്ഞു, അതെന്തിനാ ബസ്സിന് പോകുന്നത്? ഞാൻ അവിടെ ഉണ്ടാകുമ്പോൾ? അല്ല ഞാൻ പോയിക്കോളാം, ഞാൻ ബസ്സിന് പോയിക്കോളാം, കുഞ്ഞിനെ നോക്കണ്ടേ, കുഞ്ഞിനെ കൊണ്ട് ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടില്ല. എന്നാൽ ആയുഷ്യം അങ്ങോട്ട് കൊണ്ട കുട്ടീനെ ഇജ്ജ് മാറ്റിപ്പോയിക്കോ, ക്ലാസ് മുടക്കല്ലേ മാൻ്റെ കുട്ടി, മാൻ്റെ പൂതിയാണ് മനസ്സത്തെ. ഇജ്ജ് ഡോക്ടറായിട്ട് വന്നുമാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന്. അതിനാണ് മാൻ്റെ കുട്ടി ദയവായി പോയി. അതെ, ആയുഷ്യമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അന്നവൾ അതാ ആ ഒരു യൂണിഫോം ഇട്ടു. അതിന് മുകളിലായിട്ട് ബ്ലാക്ക് പർദ്ദയും ഹിജാബും ധരിച്ചു. അതെ, ശരിക്കും ഒരു കെട്ടിക്കാത്ത പെണ്ണിനെ പോലെയുണ്ട് നുസൈബയെ ഇപ്പോൾ കണ്ടപ്പോൾ. അതെ, തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ വാരിയെടുത്ത് ഒരുപാട് ചുംബിച്ചു. ഉമ്മച്ചി പോയിട്ട് വരാട്ടോ. അതെ, ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു. ഇതിപ്പോൾ എങ്ങനെയടി? ഇങ്ങനെ ശരിയാവില്ലല്ലോ. കുട്ടിൻ്റെ ബാപ്പ ഇവിടെ ഉണ്ട്, കുട്ടീൻ്റെ ഉമ്മമ്മ ഇവിടെ ഉണ്ട്. അതിനേക്കാളും വലിയ സുരക്ഷിതമായ വലയം എന്താ ഉള്ളത്? ധൈര്യമായിട്ട് പൊയ്ക്കോളി. ഷാമോനെ ഇതൊന്ന് ആക്കി കൊടുത്താ. അങ്ങനെ അതാ ഷമ്മാസ് കാറ് സ്റ്റാർട്ട് ചെയ്തു. നുസൈബ് ഒരിക്കൽ കൂടി തൻ്റെ പൊന്നുമോളെ നോക്കി. ഉമ്മ അതാ അതിനെയും കൊണ്ട് നോക്കി നിൽക്കുന്നു. എന്നാൽ ആ കാറിൽ നിന്ന് നുസൈബ കരയുകയായിരുന്നു. എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്ന പെണ്ണേ? അത് 2 ദിവസം കഴിയുമ്പോൾ ശരിയായിക്കോളും. എന്നാൽ നുസൈബയുടെ മനസ്സിൽ പല പല ചിന്തകളായിരുന്നു ഉണ്ടായിരുന്നത്. തലേദിവസം രാത്രി ലേറ്റായി വന്നതിനെക്കുറിച്ച്, സത്താറിൻ്റെ വീട്ടിലേക്ക് പോയതിനെക്കുറിച്ച്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവളതൊന്നും ചോദിച്ചില്ല. അവളെല്ലാം മനസ്സിൽ കൊണ്ടുവച്ചു. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ വിട്ടു പോകുമ്പോൾ അത് നുസൈബയുടെ ഹൃദയം
വല്ലാതെ വേദനിച്ച് പോയി. ഷമ്മാസിന് നല്ല ദുഃഖമുണ്ട്, വിഷമമുണ്ട്. നുസി പോയി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അവനക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ അതാ അവർ യാത്രയിലാണ്. എന്നാൽ ഈ സമയം അതാ റുക്കിയാത്ത പറഞ്ഞു, അല്ലടി ഓളിപ്പോൾ എവിടേക്ക് പോയി? ഓള് പഠിക്കാൻ പോയി തന്നെ. അല്ലോ ഈ പിഞ്ച് കുട്ടീനെ ഇട്ടുകാണ്ടോ. എന്താണ് ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ ഒരു ഉസുറില്ലേ. ഓല് ചെറിയ കുട്ടികളായാലും വേണ്ടില്ല, കുട്ടികളും മക്കളുണ്ടായാലും വേണ്ടില്ല, എല്ലാവരും അമ്മമാരടുത്ത് കുട്ടികളാക്കി പഠിച്ചാൻ പോവുക. അതിപ്പോൾ ഒരു ശീലയിക്കണ്. പൊന്നാര ആയിഷോ അതിനെ നിൽക്കണ്ട ഇജ്ജ് ഇടങ്ങാറാവൂലേ. ഈ കുട്ടീനെ എടുത്ത് എത്ര ചിത്രജ് നിൽക്കുക. എന്നാൽ ആയിഷമ്മ എടുത്ത് അടിച്ച് പറഞ്ഞു, അതെ ഞാനാണ് അവളെ പറഞ്ഞേക്കണത്, ഞാൻ തന്നെയാണ്. ഓളൊന്നല്ല, ഓൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഓൾ ഇവിടുത്തെ പണിയും കാറുമായിട്ട് നടക്കുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു മോള് പഠിക്കാൻ പോയിപ്പോൾ എൻ്റെ ഒരു ആഗ്രഹത്തിനാണ്, എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞേക്കണത്. എന്നാൽ ശരിക്കും അതാ റുക്കിയാത്തക്ക് ഉത്തരം മുട്ടി എന്ന് തന്നെ പറയാം. അങ്ങനെ അതാ സൗദയെ അതാ എണ്ണ തേൽപ്പിച്ച് കുളിപ്പിക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. എടീ കുറച്ചും കൂടി നല്ലെണ്ണ കുഴമ്പ് ഇതൊക്കെ നല്ലോണം കൊടുന്നോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നാൽപ്പാമരം അത് കുറച്ചൊരു ആകുമ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ, ഇപ്പോൾ ആദ്യത്തെ ദിവസം കുറച്ച് നമുക്ക് ഇങ്ങനെ കുളിപ്പിച്ചാൽ പിന്നെ നാൽപ്പാമരം ഇട്ട് നല്ലോണം ഇങ്ങോട്ടേ മുക്ക് കഴിഞ്ഞിട്ട് കുളിപ്പിച്ചാലാണ് നമ്മളെ പെറ്റിൻ്റെ ശരി സൗന്ദര്യം ഇങ്ങോട്ട് വരുമല്ലോ, അത് വരുള്ളൂ. ഇവളെ കണ്ടാൽ പെറ്റക്കണ് തന്നെ തോന്നൂല. ആകെപ്പാടൊരു കഥ കേൾക്കണ്. ഓളൊക്കെ ഞാൻ മൊഞ്ചത്തിയാക്കി എടുത്തു തരും എൻ്റെ ഐശുവോ. അജ് നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് ഉൾക്ക് വാങ്ങിക്കൊടുക്ക് കേട്ടാ, അപ്പം ശരിയാവും. ഒരു പെന്നിൻ്റെ എടുത്താടി, ഒരു പേജും ഇങ്ങോട്ട് ഓൾക്ക് എന്തൊക്കെ പ്രസവരക്ഷയ്ക്ക് മാണ്ടിയത് കൊടുക്കേണ്ടത് ഈ ഒരു കുളിൻ്റെ കൂട്ടത്തിൽ അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇജ്ജ് നോക്കേണ്ടി എൻ്റെ മരോള് സൗദ ആളറിയില്ല, ശരിക്കും അമ്മട്ടം ഓള് ചുറുക്കും സൗന്ദര്യവും ഒക്കെ കൂടും. എടി സൗദക്ക് നമ്മൾക്ക് ഓൾക്കിപ്പോൾ എന്താണ്, ഓൾക്ക് എപ്പോഴും പൂതി കുറച്ച് നിറം വെക്കണം, കുറച്ച് പുഷ്ടി വേണം എന്നൊക്കെ ഉള്ള എണ്ണയാണ്. അതിനിപ്പോൾ ഏതാ നല്ലത്? അതിനുണ്ടല്ലോ കുളിപ്പിക്കാൻ എണ്ണ കുഴമ്പ് ഒക്കെ പറ്റും. നല്ല വെളിച്ചെണ്ണ ഒന്നാമത്തത്. പിന്നെ എന്താ വെച്ചാൽ എള്ളെണ്ണ, അതും നല്ലതാണ് ശരീരത്തിന്. പിന്നെ കുരുമുളകും ജീരകവും വെളുത്തുള്ളിയൊക്കെ ചതച്ചൊക്കെ ചേർത്ത് കാണുന്ന അങ്ങനെയൊക്കെ പറ്റും. ഇത് ചൂടാക്കി ശരീരത്തിൽ തേച്ച് കഴിഞ്ഞാലേ വേദനയും ക്ഷീണവും ഒക്കെ മാറി രക്തചംക്രമണമൊക്കെ ഉണ്ടായി നല്ലതായിട്ട് ശരീരമൊക്കെ നല്ല സോഫ്റ്റ് ആകും. പിന്നെ കസ്തൂരി മഞ്ഞളിട്ട് കുളിപ്പിച്ചാൽ ഓളാ ഗൾഫിൽ പോയി വന്നപ്പോൾ എന്തേനും ഓളെ കാണാൻ മൊഞ്ചെന്നോ അതൊക്കെ കണ്ട് പോയി കിട്ടിയില്ലേ. ഓളോട് ഞാൻ നല്ല മട്ടത്തിൽ പറഞ്ഞതായിരുന്നു, പക്ഷെ കേട്ടില്ലല്ലോ. ചന്ദനവും കസ്തൂരി മഞ്ഞളൊക്കെ കൂട്ടിക്കാണ്ട് ഇതുകൊണ്ട് കുളിച്ചാലും തന്നെ നല്ല ചർമ്മത്തിലൊക്കെ നല്ല തിളക്കം വരും, പാടുകളൊക്കെ മാറും, പ്രസവത്തിന് ശേഷം സൗന്ദര്യം വർദ്ധിക്കാനും ഇതൊക്കെ പറ്റും. പിന്നെ എന്താ പ്രസവരക്ഷ ലേഹ്യം ഉണ്ടാക്കി കൊടുത്തിക്കണ ഇല്ല എൻ്റെ പൊന്നാർ റുക്കിയ. അതൊക്കെ എന്താന്ന് വെച്ചാൽ ഇത് പറഞ്ഞു കൊണ്ടാ ഷാമോനെ കൊണ്ട് കൊണ്ടിരിപ്പിച്ച് കാണുന്ന വിറകാജൊന്ന് കൂടേണ്ടി വരും. അശ്വഗന്ധിയും ശതാവരി നെയ്യും ശർക്കരയും ജീരകവും അതൊക്കെ കൂടി പിന്നെ കുറച്ച് ഈത്തപ്പഴവും ഒക്കെ ഇട്ടുകാണ് തെങ്ങും പൂക്കലൊക്കെ ഇട്ടുകാണ് ലേഹം വരിക. ശരീരത്തിന് ബലം കൂടും ചെയ്യും. പിന്നെ കുട്ടികൾക്ക് നല്ലോണം കുടിച്ചാൽ പാലും ഉണ്ടാകും. ശരീരം വീണ്ടും രൂപമൊക്കെ നല്ല മട്ടത്തിൽ ഉണ്ടായി വരും. പെറ്റീച്ചൊക്കെ വരുമ്പോൾ പെൺകുട്ടികൾ കുറച്ച് നല്ല ചൊറുക്കുണ്ടൊക്കെ ഉണ്ടാവുമല്ലോ. പെരിയിൽ നല്ലോണം പ്രസവരക്ഷ എടുത്തിട്ട് തന്നെയാണ്. അല്ല സൗദ ഇജ്ജിപ്പോൾ എന്ത് ഇങ്ങനെ ആയിപ്പോയി? പെരിയിൽ അന്നം വെള്ളമൊന്നും കിട്ടിയില്ലേ? റുക്കിയാത്തയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ശരിക്കും ഐഷമ പറഞ്ഞു, എൻ്റെ പൊന്നാ റുക്കിയ ഇജ്ജ ഒന്നും ചോദിച്ചല്ലേ. പിന്നെ കഷായം വെച്ചുകൊടുത്തജ് ഇഞ്ചി കുരുമുളകും തുളസിയും മഞ്ഞളൊക്കെ ഇട്ടുകാണ്ട് അതായത് നല്ല ശരീരത്തെ വിഷാംശങ്ങളും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് പോയി കിട്ടും. പിന്നെ പാല് നെയ്യ് ചേർത്ത ലേഹം അത് ഉലുവാക്കഞ്ഞി അതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. എൻ്റെ പൊന്നാർ റുക്കിയ ഇപ്പം അതൊന്നും നോക്കണ്ട, അതൊക്കെ ഇനി എൻ്റെ മട്ടത്തിലായിക്കോളാം. ഇനി കുളിപ്പിച്ചാൽ എന്താ മാണ്ടിജി പറയും. കുളിക്കാൻ എന്താ നല്ലോണം കുഴമ്പ് വേണം, അല്ലെങ്കിൽ എണ്ണ വേണം. നല്ലോണം ആദ്യം എണ്ണ തേച്ച് മസാജ് ചെയ്യന്നെ. കുഴമ്പ് എത്തിച്ചുകൊണ്ട് ഒരു 1/2-3 മണിക്കൂറോളം നല്ലോണം മസാജ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര വേണ്ട വെച്ചാൽ 2 മണിക്കൂറാണെങ്കിൽ അങ്ങനെ ആക്കാം. അതിൻ്റെ ശേഷം പിന്നെ നല്ല നാൽപ്പാമര വെള്ളത്തിൽ ഇങ്ങോട്ട് കുളിച്ചുക. അതിൻ്റെ ശേഷം ചെറുപയർ പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടുകാണ്ട് ശരീരം കഴുകാൻ നല്ലത് സോപ്പിനേക്കാളൊക്കെ. പിന്നെ മുടിക്ക് നല്ല കാച്ചെണ്ണ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മളെ മനസ്സും നന്നാകണം. പുറത്തേക്കും ഉള്ളിലേക്കും കുറേ കുടിച്ചിട്ടും തായിട്ടും കാര്യമില്ല. മനസ്സ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മളെ മുഖത്ത് സന്തോഷവും മുഖത്ത് ഇതൊക്കെ വരും. ആടി ഇവളാ ഗൾഫിൽ നിന്ന് വന്ന കുട്ടിക്ക് എന്തോരം നല്ലൊരു പെണ്ണേന്, ഇപ്പോൾ അത് പറ്റയിക്കണ്. പിന്നെ നല്ല ഉറക്കം, മനസ്സിന് സമാധാനം, സന്തോഷകരമായ ചിന്തകൾ, പിന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നല്ല മട്ടത്തിൽ അതിൻ്റെ ഇപ്പം ചിലവഴിക്കുക. ഇതെല്ലൊക്കെ തന്നെയാണ് സൗന്ദര്യത്തിന് ആവശ്യം. പ്രസവത്തിന് ശേഷം ശരിയായ പരിചരണം കിട്ടിയാൽ തന്നെ
ഏതൊരു സ്ത്രീൻ്റെ ആരോഗ്യം സൗന്ദര്യമൊക്കെ ഇരട്ടിയാകും. അത് പാടില്ല ഇത് പാടില്ല എന്നിട്ട് കാര്യമില്ല. പഴയ രീതികൾക്ക് പിന്നിലെ വലിയൊരു ശാസ്ത്രം ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊന്നും പറ്റൂല. എന്തൊക്കെ തന്നെയാലും എന്നാൽ നമുക്ക് തുടങ്ങാം. എന്നാൽ ബാക്കിയുള്ള ചെയ്തി തന്നാളെ ഞാൻ ഷാമോനെ കൊണ്ട് കൊണ്ടുവച്ച കേട്ടോ. അങ്ങനെ അതാ സൗദയെ അന്ന് തന്നെ കുളിപ്പിക്കണോ എന്നുള്ള കാര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആ കുഴമ്പ് ഇത് പോരടി, 2-3 ഉപ്പിന് കൊണ്ടുവച്ചോ, ഏതായാലും 10-20 ദിവസം കുളിപ്പിച്ചേണ്ടതല്ലേ, എന്നാൽ പിന്നെ നാളെ തുടങ്ങാം, എന്നാൽ ഇന്ന് ചെയ്ത് ബലത്തൊന്നും വെള്ളം പറഞ്ഞാളെ തലയിൽ കൂടെ എന്ന് പറഞ്ഞു കൊടുത്താളാ. അങ്ങനെ അതാ സൗദിയെ കുളിപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്നു. കുഞ്ഞിനെ ഐഷുമ പിടിക്കുന്നു. പാവൻ്റെ നൊസി പണിയൊക്കെ കഴിച്ച് പോയതുകൊണ്ട് അതിൻ്റെ പണിയൊന്നുമില്ല. റബ്ബേ, ഏതായാലും എല്ലാവർക്കും കൊടുത്താൻ വെക്കുമ്പോൾക്കും കൂടി കൊടുക്കാതെക്കാൻ പറ്റൂലല്ലോ. ഏതായാലും വല്ലാത്തൊരു കുറച്ച് നേരം വെയിറ്റ് ആണെങ്കിൽ കിട്ടി, അതും വലിയ തന്നെ. എന്നാൽ കുഞ്ഞ് കരയാൻ തുടങ്ങി. എടി കുട്ടിയത് കരയണത്, ഇനിയിപ്പോൾ എൻ്റെ ഉമ്മാക്ക് മാത്രം ഇപ്പോൾ അതല്ല, എന്നാൽ എന്തിനാ നുസൈബാനെ പറഞ്ഞയച്ചത്? ഓളിവിടെ നിർത്തിക്കൂടേനാ? ഉമ്മാൻ്റെ ആഗ്രഹമാണ് ഓൾ ഡോക്ടർ എന്നുള്ളത്. അല്ല, എനിക്ക് ഡോക്ടറും വക്കീലൊന്നും ആകണ്ടേ, ഒരാളെ മാത്രം ആക്കിയാൽ മതിയോ? അത് കേട്ടപ്പോൾ സൗദ പറഞ്ഞു, ഉമ്മാക്ക് ഇഷ്ടമുള്ളവരെല്ലാം ആക്കുക, എനിക്ക് അത്ര ഓളത്ര പഠിപ്പൊന്നുമില്ലല്ലോ, ഞാനൊക്കെ അധികം പഠിച്ചിട്ടുമില്ല, പിന്നെ ടൈലറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്ന്, ഓൾക്ക് പിന്നെ പഠിക്കാൻ റാങ്കൊക്കെ കിട്ടിയ നല്ല കുട്ടിയാണ്, അതുകൊണ്ട് പിന്നെ ഓളങ്ങനെ പഠിക്കാൻ പോയത്. എന്നാലും ഈ കുട്ടികളെ മക്കളൊക്കെ ഇട്ട് പോകുമെന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഇടങ്ങാറ് തന്നെയാണ്. അവർ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഈ സമയം അതാ ഷമ്മാസ് ഹോസ്പിറ്റലിൽ, അവൾ പഠിക്കുന്ന ഹോസ്പിറ്റലിലെത്തി. എന്നാൽ നുസൈബയെ കണ്ടപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി അവിടെ സ്വീകരിച്ചു. മാഷാ അല്ലാ, എവിടെയടി കുഞ്ഞൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞ്, കുഞ്ഞ് വീട്ടിലാണ്. അല്ലാ, കുഞ്ഞിനെ കൊണ്ടുവന്നൂടേനടി. എന്നാൽ നേരെ പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് അതാ ഷമ്മാസും എത്തി. ഷമ്മാസിനെ കണ്ടപ്പോൾ അത് പ്രിൻസിപ്പളിന് ഒത്തിരി സന്തോഷമായി. അതെ, പഠിക്കാൻ മിടുക്കിയായ കുട്ടിയായതുകൊണ്ടാണ് ഞങ്ങൾ വിടാതെ പിടിക്കണത്, അതുകൊണ്ട് തന്നെ അവൾക്ക് ക്ലാസ്സുകളൊക്കെ പ്രാക്ടിക്കലായിട്ട് എന്തൊക്കെ ഉള്ളത് ഞങ്ങൾ സ്ക്രീൻ റെക്കോർഡൊക്കെ ആയിട്ട് അയച്ചു കൊടുക്കണത്. കാരണം വീഡിയോയിൽ എന്തൊക്കെ തന്നെയല്ല അവൾ പഠിക്കും, നന്നായി പഠിക്കും എന്നറിയണോണ്ട്. എന്തായാലും എന്നാൽ പിന്നെ കുഞ്ഞിനെ കൂടി കൊണ്ടുവന്നിടായിരുന്നോ? കുഞ്ഞൊക്കെ ആയില്ലേ അതിനിടക്ക്? അതെ കുഴപ്പമൊന്നുമില്ല, പിന്നെ വേണമെങ്കിൽ ഇവിടെ ഡേ കെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഷമ്മാസ് ഒരു നിമിഷം അത് ആലോചിച്ചു. അതെ, നുസൈബയെ കൊണ്ടുവരുമ്പോൾ കുഞ്ഞിനെയും കൊണ്ടുവന്നാൽ, കുഞ്ഞിനെ ഡേ കെയറിലാക്കി കഴിഞ്ഞാൽ അതൊരു പക്ഷേ അവനൊന്നും സഹിച്ചില്ല. പഠിച്ചോനെ, എങ്ങനെയാണ് നമ്മളെ കുട്ടിയെ അവിടെ ഇവിടെയും പൈസ കൊടുത്ത് ആക്കാൻ നിൽക്കുന്നത്? ഇനി ഉമ്മാനോടൊന്ന് പറഞ്ഞാൽ തന്നെ ഉമ്മ ചീത്ത പറയുകയും ചെയ്യും. റബ്ബേ, തൽക്കാലം ഒന്നും പറയണ്ട. അങ്ങനെ അത് നുസൈബയുടെ കൂട്ടുകാർ അവളെ വിളിച്ച് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നു. സന്തോഷത്തോടു കൂടി അതാ ഷമ്മാസ് മടങ്ങി, അതെ, തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ അരികിലേക്ക്. എന്നാൽ അതാ കുളിയെല്ലാം കഴിഞ്ഞ് സൗദ കട്ടിലിൽ കാല് നീട്ടിയിരുന്നു. അവൾക്ക് വേണ്ടി ഉമ്മ ഭക്ഷണം എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എടി, ഓൾക്ക് വന്നപ്പോൾ തന്നെ കസായും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടിട്ടോ, ഇനിയിപ്പോൾ തലക്കുന്ന് തുടങ്ങല്ലേ. ഞാനെല്ലാം ഷാമോനെ കൊണ്ട് കൊണ്ടുവച്ചുകാണ്ട് ഉണ്ടാക്കി കൊടുത്തോളാം, ഒരു 10-25 ദിവസമെങ്കിലും കൊടുത്താലേ നമുക്കൊരു സമാധാനത്തിനേ. എന്നാൽ സൗദ പ്രസവിച്ച് കിടക്കുന്ന പോലെ തന്നെ അവിടെ ആ കട്ടിലിൽ കാലും നീട്ടി പോയിരുന്നു. ഉമ്മ അവൾക്കുള്ളതെല്ലാം റെഡിയാക്കി കൊടുത്തു. എന്നാൽ ഷമ്മാസിൻ്റെ കുഞ്ഞ് കരയുന്നുണ്ട്. ഉമ്മ, കുട്ടീനെ പോയെടുത്തോളി, അതാ കുട്ടി കരയണേ. ആയിക്കോട്ടെ, വേഗം ഐഷുമ്മ. എവിടെ ഉമ്മമാൻ്റെ കുട്ടി? പച്ചോ, നിങ്ങൾ നോക്കാൻ ആരില്ലേ? ഉമ്മ ഇപ്പൊക്കെ ഇട്ടിട്ട് പോയില്ലേ? എന്നാൽ സൗദ പറഞ്ഞു, എന്നാലും ഉമ്മാരും ഉപ്പാരും ഇത്രേ കണ്ണിച്ചോരില്ലാത്ത ആൾക്കാരാണല്ലോ ആ കുട്ടീനെ ഇട്ടുകൊണ്ട് പോയത്, ഓൾക്ക് ഉറക്കുണ്ടല്ലോ അല്ലേ ഉമ്മ? അതെ, അവൾ ഉമ്മയെ സോപ്പിട്ട് കൂടുകയാണ്. എന്നാൽ ഉമ്മ പറഞ്ഞു, ഇതുവരെ ഓള് പോകാതെ ഇവിടെ നിന്നു, ഇപ്പം പിടിച്ച് ഞാൻ തന്നെ പറഞ്ഞേക്കണം, എന്തെങ്കിലും ഒന്ന് പഠിക്കണ്ടേ. ഇനിയിപ്പോൾ ഏതായാലും 1-2 കൊല്ലക്കാണ് കഴിഞ്ഞാലേ അതൊക്കെ കണ്ട് റെഡിയായി വരും. അപ്പോൾ കുട്ടികളെ പിന്നെ ഞാൻ ഉണ്ടല്ലോ ഇവിടെ നോക്കാനേ, അതുകൊണ്ടാണ് ഉമ്മ. എന്നാലും എനിക്ക് മനസ്സിക്കൊരു ഇടങ്ങാറ് ആലോചിച്ചിട്ട്. എന്നാൽ പെട്ടെന്ന് ഉമ്മ പറഞ്ഞു, അല്ല സൗദ, ഇജ്ജ് പെറ്റ കുട്ടിനെ ഇജ്ജ് കണ്ടിട്ട് പോലുമില്ല, എത്ര ദിവസം ഇജ്ജ് കാണാതെയും കേൾക്കാതെ നിന്നീനോ? എന്നിട്ടിപ്പോൾ ഞങ്ങൾ സംരക്ഷിച്ചുകൊണ്ടല്ലേ, അതിലിപ്പോൾ എന്തേക്കാരവസ്ഥ? അത് കേട്ടപ്പോൾ അവളുടെ വായടഞ്ഞു, അവൾ മൗനം പാലിച്ചു. എന്നാൽ ഷമ്മാസ് തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ അരികിലേക്ക് അതാ വളരെയധികം സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.